അപ്പൊ ചേട്ടാ ജീവിതമൊക്കെ സുഖമാണല്ലോ? കുറച്ചധികം കാശ് കയ്യിലുണ്ടെന്ന് തോന്നി. നാട്ടുകാരെയൊക്കെ സഹായിക്കണം. കയറാം. താങ്ക് യു. അപ്പൊ നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ അദ്ദേഹത്തിന്റെ പേര് സുനിൽ ആൻഡോ അല്ലേ, ഇൻസ്പെക്ടറാണ്. അപ്പോൾ എനിക്കൊന്ന് നിങ്ങളുടെ റോളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരാണോ? അതെ അതെ, എല്ലാ എൻ്റെ സഹപ്രവർത്തകരാണ്. പ്രവീൺ കുമാർ, പ്രതീഷ് സി, വിദ്യ. അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യം? ഇടുക്കി ജില്ലയിലും ശരി അത്ര ഭംഗിയെല്ലാം നമുക്കറിയാം. അതെ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു പ്രവർത്തന രീതി ഇവിടെ? ഞങ്ങളുടെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പരാതികളും രഹസ്യ വിവരങ്ങളും ലഭിക്കുന്നതനുസരിച്ച് നമ്മൾ ഊർജിതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിലേക്കാണല്ലോ ഇപ്പം കൂടുതൽ ലഹരി വ്യാപിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ ആണെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ ബന്ധപ്പെടാറുണ്ട്. നമ്മൾ പറയുമ്പോഴാണ് മാതാപിതാക്കൾ തന്നെ അറിയുന്നത് എൻ്റെ മകൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ആ ഒരു വളരെ അവരുടെ ദുഃഖവും സങ്കടവും വിഷമങ്ങളും എല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മക്കളെ ഉപദ്രവിക്കരുത്, അവരുമായിട്ട് അവരെ കൊണ്ടുവരണം. നമ്മുടെ ഒരു വാഹനമാണെങ്കിൽ ഇടിക്കും. അപ്പോൾ നമ്മൾ പരിക്ക് പറ്റിയത് പരിഹരിച്ച് കൊണ്ടുവരിക. നിങ്ങളുടെ ആകെയുള്ളൊരു സമ്പാദ്യമാണ് മക്കൾ. ആ മക്കൾ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കണമെങ്കിൽ മക്കളെ നല്ല വഴിക്ക് കൊണ്ടുവരണം. അങ്ങനെ അതിനൊരു സെക്ഷനുണ്ട്, ഒരു വിമുക്തി ബോധവൽക്കരണ സെക്ഷൻ. അതോടൊപ്പം തന്നെ എല്ലാ ഓഫീസുകളിലും ഇതുപോലെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതോടൊപ്പം മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അധ്യാപകർക്ക് ഒരുപാട് പരാതികളുണ്ട് കുട്ടികളെ സംബന്ധിച്ചോളം. അവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് ഞങ്ങളെ വിളിക്കും, ഞങ്ങളിവിടെ ചെല്ലും, കുട്ടികളോട് സംസാരിക്കും. അപ്പം നമ്മളിതൊരു വലിയ റാക്കറ്റാണ്. ഇപ്പം നമ്മുടെ ഈ കോവിഡിന് ശേഷം ഉണ്ടായ വലിയൊരു മാറ്റമാണ്. ഇതൊരു 2021 മുതലാണെന്ന് തോന്നുന്നു കൂടുതൽ കണ്ടു തുടങ്ങി. അപ്പോൾ അതിൽ എനിക്കറിയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ പ്രചാരണം തുടങ്ങിയതിന് ശേഷം ജനങ്ങൾ ഭയങ്കരമായിട്ട് ഓപ്പൺ ആവുന്നു. എന്ന് വെച്ചാൽ പണ്ടൊക്കെ മാതാപിതാക്കളെ പറയാൻ മടിച്ചിരുന്ന മാതാപിതാക്കളൊക്കെ നമ്മളെ വിളിച്ചു നിർത്തി പറയുക. അപ്പോൾ നമ്മൾ ചിലതൊന്നും ടെലികാസ്റ്റ് ചെയ്യുന്നില്ല, കാരണം കുട്ടികളുടെ കാര്യം ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ജനങ്ങളുടെ ഒരു വലിയൊരു ഐക്യം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ കോവിഡ് കാലത്ത് കണ്ടതോ അല്ലെങ്കിൽ പ്രളയകാലത്ത് കണ്ടതോ ഒക്കെയാണ്. നേരത്തെ ആരും തിരിച്ചറിയുന്നില്ല. ഒരു ജനങ്ങളുടെ പ്രതികരണം ഇതുവരെ അവർ പറയാൻ മടിച്ചിരുന്നു. അത് അങ്ങേക്ക് ഫീൽ ചെയ്ത് തുടങ്ങി? തീർച്ചയായിട്ടും. സ്റ്റേഷനിലേക്ക് വിളി കൂടിയിട്ടുണ്ട്. അത് തന്നെയല്ല, പണ്ടൊക്കെ നമ്മൾ പറയുമ്പോൾ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല, അവനെ മറ്റൊരു നശിപ്പിച്ചതായിരിക്കാം, മറ്റൊരു നുണ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കുട്ടികളുടെ മാറ്റങ്ങൾ നിങ്ങൾ ഇന്നിങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനും അവരതനുസരിച്ച് പരിശോധിക്കാനും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വലിയ മാറ്റമാണ്. അപ്പം നമ്മൾക്ക് ഇതിപ്പോൾ നിങ്ങളുടെ ഊഴോ പോലീസിന്റെ എക്സൈസിന്റെ കൂടെ മാത്രമല്ല നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയും ഇടപെടത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇടപെട്ട അവരുടെ മോന്ത പോകും. അല്ല, ലഹരിയുടെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെടാറില്ല. കാരണം ഇപ്പൊ ഇവരെയൊക്കെ സഹായിച്ച ആർത്തിമൂത്ത് വട്ടായവരൊക്കെ ഉണ്ടല്ലോ ഈ നാട്ടില്. അപ്പോൾ പണം ഉണ്ടാക്കാനുള്ള ഒരു വലിയ ഏതെങ്കിലും പൊതുപ്രവർത്തനം ഇടപെട്ടാൽ നിങ്ങൾക്ക് ധീരമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാം. അതിന് പറ്റിയ അവസരം ഒരു 3 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്. തീർച്ചയായും ആ 3 മാസത്തേക്കൊക്കെ ഇത് നിൽക്കൂ കേരളത്തിന്റെ സ്വഭാവം. അല്ല, എന്നാൽ തന്നെയും ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പ്രതികരിക്കണമെന്നും ഇങ്ങനൊരു വിഷയം നമ്മളെ തന്നെ തകർക്കുന്നെന്നും നമ്മൾ പ്രായമാകുന്ന ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷനാണ് നഷ്ടം, വളർന്നു വരുന്നവർക്കല്ല. കാരണം നമ്മൾ ഇത്രയും നാളൊന്ന് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് സമൂഹത്തിന് വേണ്ടി ജീവിച്ചു. നമ്മൾ വൃദ്ധരാകുമ്പോൾ നമ്മളെ ശുശ്രൂഷിക്കേണ്ടവർ ഒരു 10% പേരെങ്കിലും അതിനകത്ത് വന്നിട്ടുണ്ട്. 30% പൂർത്തിയാകാത്ത കുട്ടികൾ. ഓക്കെ, അപ്പോൾ ഈ പെൺകുട്ടികളുടെ ഒരു അവസ്ഥ എങ്ങനെ? ഒരുപാട് പെൺകുട്ടികൾ ഇതിൽ പെട്ടുപോകുന്നു എന്നുള്ളത് നമ്മളെ വല്ലാണ്ട് ആശങ്കപ്പെടുന്നു. താങ്കൾ സർവീസ് കേട്ട് എത്ര കാലമായി? 3 വർഷം. പെൻഷനായോ? ഇല്ല. വിദ്യാലക്ഷ്മി അല്ലേ? അതെ. വിദ്യാലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത് ഇപ്പൊ പെൺകുട്ടികളെ കുറിച്ച്? പ്രത്യേകിച്ച് പെൺകുട്ടികൾ കൂടുതൽ ഈ കുറ്റകൃത്യങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ കൂടുതൽ ഈ അഫെയറിലൊക്കെ പെട്ട് അങ്ങനെ ചതിക്കുഴികളിലൊക്കെ പെട്ടിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ തൊടുപുഴ മേഖലകളിലാണെങ്കിൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചൊക്കെ ഒരുപാട് ഇങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ പെൺകുട്ടികളാകുമ്പോൾ നമ്മളൊരു സോഫ്റ്റ് കോർണർ അവരെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് കേസിലേക്കൊന്നും കൊണ്ടുവരാതെ അവരെ കൗൺസിലിങ്ങിലൂടെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാമെന്നുള്ള രീതിയാണ് നമ്മൾ കൂടുതലും. താങ്ക് യു, നല്ല കാര്യം. അപ്പോൾ ഓക്കെ ഞങ്ങളൊരു 2 വർഷം മുമ്പ് മുതൽ ഇങ്ങനെയുള്ള ചേട്ടന്മാർക്ക് ഒരു പ്രവേശനം പോലും കൊടുക്കുക മുന്നോട്ട് ഇറങ്ങി ഈ എൻ്റെ പേര് ഗിരീഷ് കുമാർ. താങ്കളുടെ പേര്? മോഹനൻ, പി കെ മോഹനൻ, ജില്ലാ സെക്രട്ടറി. ഞങ്ങളൊരു 2 വർഷം മുമ്പ് മുതൽ ഈ ശക്തമായിട്ട് ലഹരിക്കെതിരെ നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങയുടെ എല്ലാ ധീരമായ പ്രവർത്തികൾക്കും ഞങ്ങളുടെ സർവ്വ പിന്തുണയും അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഒരുമിച്ച് നിൽക്കണം നമ്മുടെ കുട്ടികളെ. താങ്ക് യു. അപ്പോൾ നമ്മുടെ വിജയകുമാർ, ഉന്മേഷ്, ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ
നമുക്ക് ഒരുപാട് പ്രതികരണം, ആൾക്കാർ വളരെ ശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മൾ ഈ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ നമ്മളെ കാത്തു നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടി വരിക. എന്താ പരിപാടി? ഒന്നുമില്ല, ലഹരിക്കെതിരെ ഒരു സംഗീതം കൊണ്ട് നമുക്ക് ആയിക്കോട്ടെ. അപ്പോൾ നമുക്കൊരു ഇനിയൊരു ഇടവേള വേണം. PPS ലേക്ക് ഷോർ പ്രസൻസ് SKN14 മോർണിംഗ് ഷോ ഒരു ഇടവേളയാണ്. ഇടവേള കഴിയുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി പരിശോധിക്കാനുണ്ട്. ഉന്മേഷ് ശിവരാമൻ ഇവിടെ. എൻ്റെ ഉന്മേഷ് ഇടുക്കി വന്നപ്പം ഉന്മേഷ് ഒളിച്ചോടരുത്, സ്വന്തം നാട്ടിൽ ഇന്ന് പ്രഷർക്ക് അറിയാം. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ഇടുക്കിക്കാരനാണ്. എക്സാക്ട്ലി പറഞ്ഞ സ്ഥലം എവിടെയാ? തട്ടക്കുഴ എന്ന് പറയും, ഒരു 16 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. ഏതൊക്കെ? തത്തക്കുഴ സ്വദേശി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ, MA PhD.